നമ്മളിപ്പോ കല്യാണ വീട്ടിൽ പോണ്. എനിക്ക് വയ്യാത്തോണ്ട് ഞാനും ഇവരൊക്കെ ഇപ്പോഴാണ് പോണത്. ബാക്കി പിള്ളേരെല്ലാരും അവിടെ ഉണ്ട്. എന്തിനു പോണു ആവേ നമ്മള്? കല്യാണം കഴിക്കാൻ ഡാൻസ് കളിക്കാൻ. അതാണോ ഡാൻസ് കളിച്ച് കാണിച്ചത്? അവര് കല്യാണം കഴിക്കാൻ പോണെന്നാണ്. സ്റ്റെപ്പ് കളി. ബാബൊരു ഡാൻസ് കളിച്ചു. ബാബൊരു സ്റ്റെപ്പൊക്കെ ഇട്ടത് ഇങ്ങനെ ബുള്ളറ്റ്. എല്ലാരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവിടെ പോണത്. ഇവരൊക്കെ കളിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ വെച്ച് കാണാൻ ആരൊക്കെ ഒഴിഞ്ഞു മാറി. ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് അവരെല്ലാരും വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോന്ന് പോലും അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞ പാട്ടേ സെലക്ട് ചെയ്തില്ല. എനിക്ക് തോന്നണില്ല. ഇവര് വന്ന് പറഞ്ഞ് ഡാനി വെച്ചാൽ അവിടെ എന്തൊക്കെയോ കൺട്രാക്ട് വിട്ടിട്ടിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഇപ്പഴാ അയ്യോ ഡാനി വെച്ചാ അത് തന്നെ ഞങ്ങൾ പറഞ്ഞു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോ വീഡിയോ എടുക്കണം. ജോഷയുടെ വീഡിയോ എടുത്തോണ്ട് ജോഷയുടെ വന്നില്ല. ഇവര് വീഡിയോ എടുത്തോന്നുമില്ല. എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ? അല്ല ഉച്ചക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൊറേ പരിപാടി ഉണ്ടടി ഇവിടെ. നീ എന്താ ഓഫീസർ ചേട്ടൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ അത് ചെയ്താ? ഞങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഇവര് വന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ ഞങ്ങൾ കുറച്ച് കല്യാണമായിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എത്ര മണിയായി? നമ്മൾ 2 മണി. കല്യാണം എന്നാണ് 12 മണി കൂട്ടിയ. നാളെയാണ് കല്യാണം. ഇതുവരെ ഡാൻസ് ഒരു സ്റ്റെപ്പ് പോലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? സിമ്പിൾ സ്റ്റെപ്പ് ഹാർഡ് സ്റ്റെപ്പ് അതിന്റെ സിംഗിൾ തോപ നിങ്ങൾ കാണുക. ഒരു പ്രാവശ്യം കാണിക്കൂ. അന്നത്തെ സ്റ്റെപ്പ് പാട്ടൊന്നും ഫിക്സ്ഡ് ആയിട്ടില്ല. പാട്ടൊക്കെ സെലക്ട് ചെയ്യണം. അപ്പൊ ഗൈസ് ഇവിടെ മുടിഞ്ഞ പ്രാക്ടീസിലാണ്. നമുക്ക് കല്യാണത്തിന് പൊളിക്കാനുള്ള നമ്മൾ ഒരു പാട്ടിന് ഫുള്ള് കളിച്ചു കഴിഞ്ഞു. പ്രാക്ടീസ് ഡൺ. ഇനി നമ്മളെല്ലാം കളിച്ച് കാണിച്ചത് അല്ലേ? കാണാറുണ്ട്. അല്ല സ്റ്റെപ്പ് കാണുമ്പോ തന്നെ ചിലർക്ക് ക്ലൂ ഇടാൻ പറ്റും. സ്റ്റെപ്പ് കാണിച്ചു അത്ര തന്നെ പറഞ്ഞുതരും. ഇപ്പൊ സമയം 3:20. രാത്രി 3:20. അപ്പൊ ഞങ്ങൾ ഏകദേശം ഫുള്ള് റെഡിയാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫുള്ള് റെഡിയായി. എനിക്ക് എന്താ പറ്റിയടാ? എന്താ ഒരു 2 ഫുട്ബോൾ മാച്ച് കളിച്ച ക്ഷീണം. പക്ഷെ വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും എന്തോ ഉണ്ട് സംഭവം. അറിയാവോ, നമ്മൾ നല്ല ടയർഡ് ആയിട്ടാണ് തുടങ്ങിയത്. 2 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പൊ എത്ര മണിയാണ്? നമ്മൾ 24 ഹവേഴ്സിനകത്താണ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ നാളെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സമയം കിട്ടില്ല. ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് 2 മണിക്കൂർ. ഞാൻ സ്റ്റെപ്പ് എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര സമയത്തിന് എത്ര സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുമെന്നല്ലേ. 2 പാട്ട് പഠിച്ചു. ഞാൻ ആരൊക്കെ ഒരു സ്റ്റെപ്പ് പറഞ്ഞാലേ ഒറ്റ ഡാൻസ നല്ലോണം കളിച്ചു. ഞാൻ വരത്തില്ല. ഡാൻസല്ലേ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത് പെർഫെക്റ്റ് ടൈമിംഗിൽ എല്ലാം കളിക്കുന്നുണ്ട്. അത് ഞങ്ങളെ മാസ്റ്റർ പീസ് ചെയ്യില്ല. സാനിക്ക് വയ്യെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ആനി ഓണായിട്ടിരിക്കുന്നത്. നാളെ എന്തോ ഗതി. ആനി ഇന്ന് രാവിലെ വീട്ടിൽ പായനാണെങ്കിൽ ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ അവളിങ്ങനെ കാറിൽ 2 പ്രാവശ്യം വാള് വെക്കാൻ വന്നതിനിടയിൽ. ബ്രോ പോക്കറ്റ് തിരക്കാൻ
എനിക്ക് വിശക്കുന്ന വെച്ചാ അതൊരു നല്ലൊരു ഒറ്റ മൈൻഡ് കാഞ്ഞിരമുളക് ഇട്ടാലോ ഒറ്റ മൈൻഡ് കഴിക്കണോ കാറിന് ഉറങ്ങിക്കിടന്ന ഞാനായിരുന്നു എല്ലാം ഒറ്റബുദ്ധി കസിൻസ് ആയതുകൊണ്ട് ഒറ്റ ബുദ്ധി കസിൻസ് ആണ്. ഞാൻ അത്ര ഒരു ജ്യൂസ് വേണം അവർക്ക് ഒരു പപ്സ് വേണം വിശക്കണം ഇതിനിടയിൽ മഴയും പെയ്യുന്നു കാറിൽ തന്നെ പോകാൻ പറ്റും ഉറങ്ങാനുള്ള സമയത്ത് ഓരോ പണ്ടെന്ത് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അവിടെ പോയി കട തുറന്നില്ല 24 hours into 7 of the മച്ച് വയലിൽ വരുന്നില്ല. നീ പറ 24/7 ഉള്ള കടയെന്നാണ് ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇതുവരെ പോയിട്ടില്ല. ഡാനി ചാച്ചൻ നെഞ്ചിടിയും കേട്ടോ കട കൂട്ടിയെന്ന് പറഞ്ഞാൽ കറി അവിടെ ഞങ്ങൾക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നിട്ട് ഇനി അമ്മ വീട്ടിൽ പോണം. അല്ല അച്ഛ വീട്ടിൽ പോണം ഗ്രാൻഡ് ഒരാളിപ്പോ വീണ എന്ത് കണ്ടന്റ് ഉണ്ടാവും. അതാണ് നാളത്തെ 1 മില്യൺ. സമയം 4:15. നമ്മളിപ്പോ എവിടെ പോകുന്നു? ഫുഡ് 6 മണി 7 മണി 8 മണി 9 മണി 10 മണി 5 മണിക്കൂറിന് ഉറങ്ങാൻ പറ്റും ഇനി വീട്ടിൽ പോയിട്ട്. ഗൈസ് നമ്മൾ എങ്ങനെ ഒരു കട കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ വന്നു. എന്തോന്നാണോ എന്തെങ്കിലുമൊക്കെ മതി തല ഇറങ്ങണം. എന്റെ വോയിസ് പോയിരിക്കുന്നു. ഞാൻ മമ്മൂട്ടി പോലെ ദോശയും ഓംപ്ലേറ്റും ചമ്മന്തി കറിയും. ദോശ മതി എല്ലാവർക്കും. ദോശയാ ദോശ വന്നോ അപ്പം വന്നോ? ദോശ എല്ലാവർക്കും ദോശ. ദോശയും ആംബിയറ്റ്. രാജന്റെ ഫേവറേറ്റ് ആണ് ദോശയും ചമ്മന്തി കറിയും. പക്ഷെ ഒരു സാധനം മിസ്സായി. ബീഫ് റോസ്റ്റ് അല്ലേ? ബീഫ് ജോസഫ്. അയ്യോ സാറേ ഞാനിവിടെ ഒരു ബേക്കറി നടക്കുന്നു. അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. എന്റെ പേര് ജോസഫ് കുരുവാണ്. കുഞ്ഞിളം വാവേ ഇത് ഗൈസ് ഞങ്ങൾ നെയിൽ ചെയ്തതുകൊണ്ട് സ്റ്റെയിൻ ആവും. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ 2 ദിവസമായി വെച്ചു കൈ വെന്തിരിക്കുന്നു. കഴിക്കുന്നത് എന്താണ്? ഞാൻ കഴിയുമ്പോൾ ഇടയ്ക്കിടെ ശുദ്ധിയാവുന്നത്. 2 ദിവസമായിട്ട് ഒന്നേരം അമ്മമാരില്ലേ ജിത്തോജാനെ അഭിനു ഞങ്ങൾക്ക് 2 പേരും. അങ്ങനെയല്ല അച്ഛൻ നമ്മൾ കഴിക്കുന്നത് വിഷം നിന്ന് കഴിക്കുമ്പോ ആക്രമണത്തോടെ കഴിക്കാനും പറ്റുന്നില്ല. ഒരു പിടി എടുത്തിട്ട് അടുത്ത പിടി എടുക്കുമ്പോ പ്രത്യേകിച്ച് ഇന്നലെ എൻഗേജ്മെന്റിന് ഞാൻ എന്റെ അപ്പം ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ വെക്കണ അവിടെ എങ്ങനെ കൊടുക്കും അവിടെ ഞാൻ ഇനി വെക്കുമ്പോ അപ്പൊ എന്നിട്ട് ഞാൻ പ്ലേറ്റ് നിറയെ ജിത്തോജാൻ 3 അപ്പവും കറി എടുത്ത് തന്നില്ലേ. അങ്ങനെ വാരി തരുമ്പോ എന്ത് ടേസ്റ്റ് എന്നറിയാവോ? വൃന്ദാവനം എന്റെയാണ് രാധ. നിങ്ങൾക്ക് വാരി തന്നെ ഞങ്ങളാണ് ആനി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയല്ല അതിനുള്ള പൈസ തരുന്നത് ഞാനാണ്. അങ്ങനെ പറയാം. നിങ്ങൾക്കൊക്കെ വാരി തരുന്നത് ഞങ്ങളാണ്. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. അതിനുള്ള ധനം തരുന്നത് ഞാനാണ്. ഡയലോഗ് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ കണ്ടിട്ടില്ല. ഇവരൊന്നും അപ്ഡേറ്റഡ് അല്ല. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഡയലോഗ് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് പുതിയ 2 എണ്ണം. പക്ഷേ ഡാൻസ് കുറെ വർഷമായിട്ട് കോമയിൽ. അയ്യോ പൊട്ടിയടാ ഇത്. പൊട്ടിപ്പോയടാ. പാട് വെച്ചു. നമ്മൾ ഹയാത്തിലെത്തി. ഇനി നമ്മൾ അകത്ത് പോയി റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ഒത്തിരി പരിപാടി ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ബാക്കി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഉറങ്ങരുത്. ഉറങ്ങൂല. നമുക്ക് ഇന്നലത്തെ പോലെ പോയി എവിടെയെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പം വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സീനില്ല. നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റ് ആകും. തുമ്മൽ വരുന്നു. തുമ്മട്ടെ. അച്ഛൻ വീട് ലുലു, അമ്മ വീട് ഹയാത്ത്. ഞങ്ങള് സത്യം പറഞ്ഞാൽ 1-2 റൂമൊക്കെ ഓക്കെ. ഇതിപ്പോ ഹയാത്ത് അങ്ങ് എഴുതി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അറിയോ ഒരു കുറഞ്ഞത് ഒരു 7, 10, 15, 13 റൂം എന്തോ ഉണ്ട് നമ്മുടെ പേര്. ഒരു ഫ്ലോർ നമ്മൾ ഫുൾ അങ്ങ് ഹൈജാക്ക്. ലെഫ്റ്റിലുണ്ട് കുടുംബം ഫുള്ളുണ്ട്. ഇത് നമ്മുടെ എല്ലാം നമ്മുടെ. പിന്നെ ബാക്കിലുള്ള നമ്മുടെ ഇത് നമ്മുടെ ഹയാത്ത്. മതിയാ? ഹയാത്ത് മാറ്റി ചട്ടമ്പീസ് റെസിഡൻസി. കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചുട്ടി കാണിക്കുന്നത് എന്തായാലും കാണിച്ചേക്കാം. ഒന്നിനൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ PS4 സെറ്റ് ചെയ്ത് എന്തായാലും നിന്റെ ഓർമ്മ PS4 ഇവിടെ സെറ്റ് ചെയ്ത് രഞ്ജിത്ത് വിട്. പാട്ട് പുറത്തോടെ
ഞാൻ ഇട് എൻജോയ് എൻജോയ്. ഫസ്റ്റ് എത്തി കല്യാണ പെണ്ണ്. ഏത് വേണം? ഏത് വേണം? ഏത് റൂം വേണമെന്ന് പറ. ഒറ്റയ്ക്ക് റൂം വേണേ. കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ. എന്തത് മൂണിങ്ങ അവര് വേളാങ്കണ്ണി പോണ്. ഞങ്ങളെല്ലാരും വേളാങ്കണ്ണി കൊണ്ടുപോകുമ്പോ ഹണിമൂണായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ എല്ലാരെയും. അതെന്ത് അപ്പൊ അത് ഹണിമൂണ്. പക്ഷെ വേളാങ്കണ്ണി പോണ ഹണിമൂൺ ഇല്ല. ഹണിമൂൺ അല്ല, അത് തീർത്ഥാടനം. അപ്പൊ നമ്മൾ പോയത് നമുക്ക് പോകുന്നല്ലെങ്കിൽ അത് തന്നെ. അത് ഹണിമൂണ് ഗ്യാപ്പിൽ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരൂ. പ്രാർത്ഥിക്കാൻ പോണം വേളാങ്കണ്ണിയിൽ. നല്ല പ്രാർത്ഥന. ഞങ്ങൾ ഈ പ്രായം കഴിഞ്ഞാൽ വന്നേ കേട്ടോ, ഞങ്ങൾക്കറിയാം. ഈ പ്രായം ഞങ്ങളല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് ഇതെല്ലാം അറിയാം. ജിത്തിന് ഇതെല്ലാം അറിയാം, മനസ്സിലായോ? ജിത്തിന് ഇതെല്ലാം അറിയാം, മനസ്സിലായോ? ജിത്തിന് ഇതെല്ലാം അറിയാം. എന്തുകൊണ്ട് എങ്ങനെ? കാരണം ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ്. ഇല്ല, ഞാൻ പിന്നെ മെഡിക്കൽ സ്റ്റുഡന്റ് അല്ല. അത് എന്നെ പറ്റില്ല. ഹായ് മാഡം, ഓക്കെ ഹെൽപ്പ്. നമുക്കിപ്പോ ഡാനിച്ചേട്ടൻ വെറൈറ്റി ആയിട്ട് സൂഷി വാങ്ങി തരാൻ പോണ്. വായി വെക്കാൻ കൊള്ളില്ലെങ്കിൽ തുപ്പിട്ടിരാം. തുമ്മ വന്ന് നിൽക്കുന്നു. അപ്പൊ നേരത്തെ വന്ന തുമ്പ ഇതുവരെ വിട്ടില്ലേ? വിട്ടാ ചില ബാക്കി കൂടെ പോയത് പാൻറ് കീറിച്ച്. ഞാനോ പാട്ടുകാരൻ? അയ്യോ മൈ മറന്നുവല്ലോ ആ പാട്ട്. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു കൃഷ്ണ. ഇവിടെ ഓടക്കുഴൽ. അതല്ലേ പാട്ട്, എനിക്ക് ആ പാട്ട് ഇടണം. ഡാനിച്ചാൻ എന്നെ പ്രലോഭിപ്പിക്കുന്നു ഫ്രൈഡ് ഐസ്ക്രീം ഒക്കെ വേണോന്ന്. എനിക്ക് നാളെ പണി ഉണ്ടാക്കി തരാന്നല്ലേ ഡാനിച്ച. നോക്കാം സുഹൃത്തുക്കളെ, വരാണ്ടിരിക്കാൻ പോകണം. നീയൊക്കെ ഇവിടെ കാണാം. അവിടെ ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു. ഇത് രണ്ടുപേരുണ്ടാ. ദുമുദ്ര ത്രിമുദ്ര. നമുക്ക് എളുപ്പത്തിലെടുക്കാം. ഇത് വന്നിട്ട് എന്തൊരു ഓർഡർ ചെയ്ത് ഇത് സത്യം പറഞ്ഞ ഇവരാദ്യം അത് മറ്റേ ഫ്രൈഡ് ആള് പോട്ട് അതപ്പോ എനിക്ക് ഇഷ്ടമുള്ള പറയാമല്ലോ. എല്ലാവരും പറയുമ്പോ ഫസ്റ്റ് ടൈം സൂഷി ട്രൈ ചെയ്യാൻ പോണ. കഴിച്ചോ? എല്ലാ വീഡിയോയിൽ കണ്ടിട്ടുള്ള എല്ലാരും വച്ചോണം തുപ്പിയിട്ട് ഫുള്ള് ആ സോസ് ഫുള്ള് ബുക്ക് കഴിക്കണേ. ഞാൻ റൂമിൽ കാണും. എനിക്കറിഞ്ഞൂടെ, ഞാൻ കണ്ണുമുട്ട. ഞാൻ വക്കീലായി വരാതി. എല്ലാ റെസ്പോൺസും കിട്ടണം. അശ്ന സൂചിടിയത് ഡാനിച്ച മോണ്ട പോലെ.
അച്ഛൻ നിങ്ങൾ ആരെയും ഇഷ്ടപ്പെട്ടു ചെറുമാരെ കൊള്ള ചെമ്മ കഴിക്കാറുണ്ട് ഡാൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു കേട്ടോ. നാലാം കണ്ണിന് രക്തം പറഞ്ഞു. നന്നായി ഡാൻസ് കളിക്കാതെ വയറു ചിരിച്ചിരിച്ച് ഞാനിപ്പോ കഴിക്കരുത്. എന്നെ എന്തിനു പിടിക്കണത്? എന്നെ മൊത്തത്തിൽ നാട്ടിച്ച് ആ ചേച്ചിമാരെല്ലാരും എന്നെ നോക്കിട്ട് ഈ തുപ്പി എടുക്കാൻ പോയി എടുക്കാൻ പോയി പെണ്ണ് അവിടെ നിന്നായിരുന്നേ ഇവിടെ ചേച്ചി വേസ്റ്റ് ആക്കാതിരിക്കാൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയല്ലേ വേസ്റ്റ് ആക്കാതിരിക്കാൻ ഞാൻ തുപ്പിയത് തിന്നാൻ നല്ല വയറ് എനിക്ക് ഇഷ്ടപ്പെട്ടോ വെജിറ്റബിൾ കൊള്ളാം വെജിറ്റബിൾ കൊള്ളാം വെജിറ്റബിൾ എന്തിനെടുത്ത് തിന്നിട്ട് പച്ചച്ചൂരി പച്ചിറച്ചി മണ്ണി വേണം സൂപ്പർ ആയിരുന്നു. വെജിറ്റബിൾ ആണോ പകുതി? നല്ല രസമുണ്ട്. ഇനി അത് എനിക്ക് വിശക്കണില്ല. നമുക്കത് കഴിച്ചാലോ? അതാണ് ഇത് കഴിക്കാം. തുപ്പിട്ട് എന്ത് വെച്ചു? വെജിറ്റബിൾ സൂപ്പറായി. വെജിറ്റബിൾ സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ മിക്സ് ചെയ്യണം ഫസ്റ്റ്. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. അത് കൊള്ളാൻ മതി. ആനി പറഞ്ഞു പക്ഷെ ഞാൻ വേണ്ടത് പറഞ്ഞു പറയാനുണ്ട്. മറ്റേ അഭിനാണ് ഏറ്റവും അഭിനാണെങ്കിൽ പറയുമ്പോ ഓരോ കഴിച്ചിട്ട് സൂപ്പർ ഡാൻസാ. അഭിന ഞാൻ ഇവിടെ കൊണ്ടുവന്നു കഴിച്ചിട്ട് പോയി. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ചെറുപ്പം ഓർമ്മ ഉണ്ടല്ലോ. കളി 3, 2, 1 സ്റ്റാർട്ട്. അല്ല അതല്ല ഇപ്പഴാണ് സ്റ്റെപ്പെല്ലാം പഠിച്ചാ ഇനി ചേച്ചി കളിച്ചാൽ മതി. ഓ ഉണ്ട്. പിന്നെ ചേച്ചി ഇടയിൽ ഒരു പാട്ട്. Come on guys. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് ഹയാത്ത് ലോഞ്ചിലാണ്. ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ആനി അഷ്നയും പരിപാടികളൊന്നുമില്ല. ഓൺലി ബോയ്സ് ആൻഡ് പാരൻസ്, അച്ഛനമ്മ അവർക്ക് മാത്രം. ആനി അഷ്ന ഗേൾസ് ടീംസ് ഒന്നുമില്ല, ഓൺലി ബോയ്സ് മാത്രം. കാരണം ചെറിയൊരു വെളുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത്. പച്ചല വെച്ചാൽ വെളുക്കും. കുടുംബത്തിലെ നമ്മളങ്ങനെ ഇതായിക്കൊണ്ടിരുന്നില്ല കേട്ടോ. പെണ്ണാണ് അങ്ങനെ വേർതിരിവൊന്നുമില്ല. പക്ഷെ ആൺകുട്ടികളെല്ലാവരും ഉണ്ട്, പിന്നെ അച്ഛനമ്മമാരെല്ലാവരും ഉണ്ട്. അവരും അവിടെ ഉണ്ട്. അവർ പൂളിന്റെ അവിടെ പോയിട്ട് വൈബ് ചെയ്യാൻ. അത് ശരിയാണ്, അവരവിടെ. പക്ഷെ ഡാൻസ് പ്രാക്ടീസ് പൂളിന്റെ അവിടെ വൈബ് ചെയ്യണില്ല എണ്ണം കൂടി. വീട്ടിൽ കൈയിട്ട് തിന്നാൻ കീറാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ.
ഇനി എല്ലാരും കല്യാണം ആലോചിച്ചിട്ട് വീട്ടിൽ 25 വയസ്സ് അനന്തുച്ചാന്. അനന്തുന്റെ ബർത്ത്ഡേ ആയിട്ട് എന്ത് കല്യാണം അതാണ് ഞങ്ങൾ പറഞ്ഞ അന്നത്തെ ക്ലൂ. ആർക്കും മനസ്സിലായില്ല. പക്ഷെ ജുജാന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ കൺഫേം ആയി ആനന്ദ് ജുജാന്റെ കല്യാണം അങ്ങനെ നല്ല കാര്യങ്ങൾ അച്ഛന്റെ കാര്യം അടുത്ത ദിവസം എനിക്ക് അവസാനം വരെ ഞാൻ നിന്ന് പോത്തുള്ളൂ. നിക്കാതെ അങ്ങനെ ആഗ്രഹമില്ലാത്തതൊന്നുമല്ല ആലോചിക്കുന്നു. എത്ര നാള് വെയിറ്റ് ചെയ്യണോ അതുപോലെ നിങ്ങൾ എല്ലാം ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കും നിങ്ങളെ. I will show you in the getting of mind of the people of everything. നീ ഇപ്പൊ തന്നെ ബോയ് ഫ്രണ്ടിന്റെ അർത്ഥം അറിയാമോ? അവന്റെ അടുത്ത് ഇതൊക്കെ സംസാരിച്ചു ശരി ഡാൻസ് ഒരു സ്റ്റെപ്പ് പോലും പഠിച്ചില്ല കൈസ്. ഒരു കൃത്യനിഷ്ഠയില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് വിട്ടിരിക്കണ്. നാളെയാണ് നമ്മുടെ കല്യാണം. ഇത് തലേദിവസം, കല്യാണത്തിന്റെ തലേദിവസം. സമയം അറൌണ്ട് 2 o'clock. 5 മണിക്ക് ഇവിടെ പോകണം. 5 മണിക്ക് അനന്തുനെ പിക്ക് ചെയ്യാൻ പോകണം. കുറെ ബിസി ഷെഡ്യൂളൊക്കെയാണ്. പക്ഷെ ഇതുവരെ നമ്മൾ എന്തിയായിരുന്നു നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഡാൻസ് ബോയ്സ് ഡാൻസ്. ഉറക്കമില്ല ഡാൻസ് കാരണം. എനിക്ക് 2-3 ദിവസമാണ്. ഒരു മാസം ഇല്ല, ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ഓക്കെ. പക്ഷെ ഇതുവരെ ഒരുമിച്ച് കളിച്ച് അത് വന്നിട്ടില്ല. നാളെ കളിക്കും, നാളെ കല്യാണം. ഓക്കെ ബൈ ഗൈസ്, ബൈ. മഞ്ഞപ്പൊടി മൊത്തം ഇത് ടാൻ റിമൂവലിന്റെ ഒരു സാധനമേ ഞങ്ങള് ഒപ്പിച്ച് വാങ്ങി. അച്ചാച്ചന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് കൊടുത്തത്. ഞാൻ മറ്റേ തൂക്കിയത് മുടിവെട്ടാ പോയപ്പോ അവിടെ നിന്ന് എടുത്തിട്ടു. അപ്പൊ ടാൻ റിമൂവൽ നമുക്ക് ഞങ്ങൾ ടാൻ അടിച്ച് ഇരിക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത വിചാരിച്ച് 2-3 ദിവസം മുന്നേ ഇട്ട് തുടങ്ങണമെന്ന്. പക്ഷെ അന്നൊന്നും ഭയങ്കര തിരക്കാണ്ട് ഇടാൻ പറ്റില്ല. അപ്പൊ നാളെ ഇന്ന് 3 മണിയായില്ല, 4 മണിക്ക് ഞങ്ങൾക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവാൻ തുടങ്ങണം. അപ്പൊ പിന്നെ ഇത് മേക്കപ്പ് ചെയ്യുന്ന സമയം കിടന്ന് ഉറങ്ങിയാൽ കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ജോലി അതാണ് കേട്ടോ. ചെയ്യുമ്പോ 1 മണിക്കൂർ ഇവള് എവിടെ ഇരുന്നാലും കൊണ്ട് നിർത്തിയാലേ അവിടെ ഇരുന്ന് ഇവള് ഉറങ്ങും. പക്ഷെ എനിക്ക് നല്ല കിടന്നാലും ഉറങ്ങാൻ പറ്റും. ഡാൻസ് കളിക്കണം നാളെ. ഇത് ആരിട്ട് തരും? അല്ലെങ്കിൽ നാളെ മഞ്ഞിച്ചിരിക്കും. നമ്മള് കൊറേ ഇവരെ കൊണ്ട് നാളത്തെ കല്യാണത്തിന്റെ പ്രത്യേകത ഹൈലൈറ്റ് കിട്ടുന്ന സാധനം അനന്ത് പ്ലാൻ ചെയ്ത് കേട്ടോ. അനന്ത് ചേച്ചിയോട്ടുള്ള കിട്ടുന്ന സാധനമൊക്കെ അപ്പൊ ഗൈസ് എല്ലാം വരുന്നുണ്ട്. ഞങ്ങൾ ഡാൻസ് കളിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞ അവസാന സമയത്താണ് നമ്മൾ ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം എന്റെ കാര്യം ഞാൻ ഒരു 2-3 വർഷമായി ഡാൻസ് കളിച്ചിട്ട്. ജോസേട്ടൻ മുന്നേ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്ററുടെ കല്യാണത്തിന് കളിച്ചാണ്. അതിനുശേഷം ഇതിൽ കളിച്ചിട്ടില്ല. കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചില്ല അന്ന്. അപ്പൊ നാളെ എന്തായാലും നമ്മള് പവറാക്കും. രാത്രി എല്ലാരും അവിടെ ഓഡിയൻസിനെ ഫസ്റ്റത്തെ പാട്ടിന് ഞങ്ങൾ കളിക്കുമ്പോ അതിന്റെ സ്റ്റെപ്പ് കയറി ഇട്ടില്ല. സംഭവമില്ലേ ഇവിടെ ഐശ്വര്യക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു സ്പേസ് ഞങ്ങൾ ഇത് മാക്സിമം വൃത്തികേടാക്കാതെ ഈ മിററിൽ തന്നെ ചേരൊക്കെ ഇട്ടിരിക്കാമോ, അല്ലെങ്കിൽ ആ വഴിയിൽ ഇരിക്കേണ്ടി ഇവിടെ വൃത്തികേടാക്കി നല്ലോണം എന്റെ ഹൽദി ഗൈസ്. നമുക്ക് ഹൽദി ഒന്നും ഇല്ലായിരുന്നു. അതെ നമ്മള് ചെയ്യണമായിരുന്നു. പ്ലാൻ ചെയ്തത് ഇത്രയും വേണേ എല്ലായിടത്തും അങ്ങനെ കൊള്ളാം. എനിക്ക് നല്ല സുഖമാണ്. തണുത്തിരിക്കുന്നു. ഹൽദി കുറച്ച് കൂടിപ്പോയി. ആ ക്യാമറ റിഫ്ലക്ഷൻ അടിക്കാൻ എന്റെ ഫേസ് നോക്കി ഇതുപോലെ ആൾക്കാരെന്നെ കാണും.
പേടിക്കാതെ. തണുപ്പ് തണുപ്പ് തണുക്കുന്നു. എഫക്ട് ആവുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങൾ നാളെ എങ്ങനെ ഇരിക്കുന്ന ഇനി അവിടെ പോയിട്ട് അമ്മമാർക്ക് ഇട്ട് കൊടുക്കണം എല്ലാവർക്കും. ഓ ഇവര് നിങ്ങൾ ഇട്ടുന്നല്ലേ. അത് എടുക്കാനില്ല വന്ന ഞാൻ. ശരി, നാളെ നാളെ കാണാം. നാളെ അല്ല, ഇന്ന് തന്നെ കാണാം, 1 മണിക്കൂറിന് ശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.